ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അതെ മേജർ പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് ആണ്. ഡാൻഡ്രഫിനെ പറ്റി സൊല്യൂഷൻസ് ആണ്, കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുണ്ട്. ഒന്ന് ഫ്ലേക്കി, മറ്റേ ഗ്രീസി അല്ലെങ്കിൽ ഇങ്ങനെ ചോക്കി എഫക്റ്റ് ഉള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ സലൂണിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഹോം റെമഡീസ് ചെയ്തെന്നും പറഞ്ഞ് അത് മാറത്തില്ല. അല്ലാതെ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡാൻഡ്രഫ് ആണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. മേജറായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വീക്ക്ലി ട്വൈസ് ഹോട്ട് ഓയിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. വീക്ക്ലി ട്വൈസ് നമ്മൾ ഇതിനു വേണ്ടി ഒരു ഹാഫ് ആൻ അവർ കണ്ടെത്തുക. ഹാഫ് ആൻ അവർ കണ്ടെത്തി നമ്മൾ ചെയ്യുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള വെർജിൻ അല്ലെങ്കിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ എടുക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ആ ചൂടായിട്ടുള്ള ചെറിയ വാം ആയിട്ടുള്ള ഓയിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ വേണം അപ്ലൈ ചെയ്യാൻ, ഹെയറിലല്ല. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് മസാജ് കൊടുക്കാം. മുടി ഫ്രണ്ടിലോട്ടിട്ട് മസാജ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അപ്പോഴത്തേക്കും ആൺകുട്ടികളാണെങ്കിൽ കുഞ്ഞ് മസാജ് ചെയ്താൽ മതി. പെൺകുട്ടികളാണെങ്കിൽ ഹെയർ മുമ്പോട്ടിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മുടെ മസാജ് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാവും, ഡാൻഡ്രഫിനും ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് ആ ഹോട്ട് ഓയിൽ അല്ലെങ്കിൽ ആ ഓയിൽ നമ്മുടെ തലയിൽ ഇട്ടേക്കുക. അതിനുശേഷം ഞാൻ തന്നെ ഒത്തിരി സജഷൻ ചെയ്തിട്ടുണ്ട്. ഷാംപൂസ്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് നമുക്ക് അതിലുണ്ട്. ഞാൻ സജഷൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് വീഡിയോസ് അതിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ആ വീഡിയോസിനകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സ്കാൽപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ അനുസരിച്ചിട്ടുള്ള ഷാംപൂ ആണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് സ്കാൽപ്പിൽ വേണം ഷാംപൂ മസാജ് ചെയ്ത് കളയാൻ. ഷാംപൂ നമ്മൾ ഹെയറിലെ ഡേർട്ട് എല്ലാം മാറ്റി നന്നായിട്ട് ഷാംപൂ ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുക. മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ നമ്മൾ സ്കാൽപ്പിലല്ല യൂസ് ചെയ്യേണ്ടത്, ഹെയറിലാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാവരും സ്കാൽപ്പിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല, നമ്മുടെ ഹെയറിലാണ് ചൂസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. കംപ്ലീറ്റ് നല്ല തറവായിട്ട് നമ്മൾ റിൻസ് ചെയ്ത് കളയുക. അതിനുശേഷം നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള എയറിൽ ഹെയർ നമ്മൾ ഉണക്കുക. അല്ലാതെ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ടാണ്. വേറെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ ഗ്രീസി ഫ്ലേക്കി ആണെങ്കിൽ ഇതിലൊന്നും പോകത്തില്ല. നിങ്ങൾ കൺസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ്സ് തന്നെ നിങ്ങൾ എടുക്കണം. അപ്പം അങ്ങനെ നോക്കുക. പിന്നെ കുറച്ച് ഷാംപൂ സജഷനും കൂടെ, ഡാൻഡ്രഫിന് പറ്റിയ ഷാംപൂ സജഷനും കൂടെ ഞാൻ ചെയ്തു തരാം. അത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യുക. അന്ന് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യേണ്ട. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് യൂസ് ചെയ്തിട്ട് അതിന്റെ പിറ്റേ ദിവസം ഇപ്പം നമ്മളിപ്പോൾ ആ ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആവും ഹെയർ. അതുകൊണ്ട് പിറ്റേ ദിവസം നിങ്ങൾ ഈ ഹോട്ട് ഓയിൽ ചെയ്യുക, നോർമൽ ഷാംപൂ യൂസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു മാസത്തിനൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിലോ മെൻഷൻ ചെയ്യാം. പിന്നെ ബാക്കി വീഡിയോസ്, അതായത് ഷാംപൂവിന്റെയും വേറെ ഡാൻഡ്രഫിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ പേജിൽ പോയി ആ വീഡിയോസ് ഒന്ന് കാണുക. പിന്നെ ഫോളോ ചെയ്യുക, സേവ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.